ബി.ജെ.പിക്ക് ചില പ്രസ്റ്റീജായിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. നമ്മൾ ഏറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഇങ്ങനെയാണ്. പാലക്കാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പാലക്കാടാണിപ്പോൾ പൊരിഞ്ഞ യുദ്ധം നടക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ ചൂടും അനുഭവപ്പെടുന്നത് പാലക്കാടാണ്. ആ രാഷ്ട്രീയ ചൂടും പാലക്കാടാണിപ്പോൾ നിൽക്കുന്നത്. കാരണം പാലക്കാട് പൊടി പൊടിക്കുമെന്ന് പറയാൻ കാരണം ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിയിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ ഇറങ്ങുമ്പോൾ തന്നെ ഏവർക്കും അറിയാം കഴിഞ്ഞ തവണ എത്ര വോട്ട് കിട്ടിയോ അവിടെ അതിനേക്കാൾ ഒരു 10,000 വോട്ടെങ്കിലും കുറഞ്ഞത് കൂടിയിരിക്കും. 10,000 എന്നുള്ളത് ഞാനൊരു കണക്ക് പറഞ്ഞു, ഒരു ചെറിയൊരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അങ്ങ് മാറും എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇനിയും ശോഭാ സുരേന്ദ്രന്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് തീർച്ചപ്പെടുത്തിയാൽ മതി. തീർച്ചയായിട്ടും അതാണ് പാലക്കാട് പ്രവർത്തകർക്ക് ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ പ്രാവശ്യമേ അവിടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. 2, സ്ത്രീജനങ്ങൾ പ്രത്യേകിച്ച് വളരെ ഹാപ്പിയാണ് പാലക്കാട് മണ്ഡലം. കാരണം നല്ലൊരു ചെറുക്കനാണ്, കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മാങ്കൂട്ടം ജയിച്ചുവെങ്കിൽ തന്നെയും ഒരു സ്ത്രീ വിരുദ്ധ മനോഭാവം കേരളത്തിൽ കംപ്ലീറ്റ് ഉണ്ടാക്കി. ഈവൻ കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസിനകത്ത് പോലും വളരെ എതിർപ്പുണ്ടായിരുന്നിട്ടും പുള്ളിയെ സംരക്ഷിച്ച് നിർത്തിയിരുന്നു. ആ ഒരു സ്ത്രീ ജനവികാരം വിശിഷ്യ യുവതികളുടെ ഇടയിൽ പാലക്കാടുണ്ട്. അത് നിർണായകമായ രീതിയിൽ ശോഭാ സുരേന്ദ്രൻജിക്ക് വോട്ടായി മാറും. 2, അവരുടെ എളിമത്വപരമായ പെരുമാറ്റം, പൊളൈറ്റ്നെസ് ആയിട്ടുള്ള സംസാരങ്ങൾ, ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രസംഗം. ഇപ്പോൾ നമുക്ക് കഴക്കൂട്ടം ഉദാഹരണമാണല്ലോ. ഇവിടെ കഴക്കൂട്ടത്ത് വന്നിട്ട് വോട്ട് വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ അവർ. അതേസമയം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരുവാൻ അവർക്ക് സാധിച്ചു. ആലപ്പുഴയിലും അസംബ്ലി മണ്ഡലം പ്രതിനിധീകരിച്ചപ്പോഴും കഴക്കൂട്ടത്ത് വൻ മാറ്റം അവരുണ്ടായി. 2016 പാലക്കാട് മത്സരിച്ചു. അന്ന് പാലക്കാട് മത്സരിക്കുമ്പോൾ 2011 ബി.ജെ.പിക്ക് 20,000 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 16 വന്നിട്ട് 40,000 വോട്ടാക്കി ശോഭാ സുരേന്ദ്രൻ. അതുപോലെ തന്നെ അവർ കായംകുളത്ത് നിന്നപ്പോഴും വൻ വർധനവ് വരുത്തി. ആലപ്പുഴ പാർലമെന്റ് 3 ലക്ഷം വോട്ടാണ് അവിടുന്ന് നേടിയത്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ട കൊത്തളങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് രീതി, പ്രത്യേകിച്ച് അവർ ഒരു ജന ആകർഷക ലീഡറാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. പ്രത്യേകിച്ചും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന നാരി ശക്തിക്ക് സ്ത്രീ ജനങ്ങളെ, അമ്മമാരെയും സഹോദരിമാരെയും അവർ ആദരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിയുടെ. അവരുടെ പദ്ധതികളായാലും ഏതായാലും. അതുകൊണ്ട് ചില സമയങ്ങളിൽ അവർ പാർട്ടിയിൽ അതൃപ്തി ഒന്ന് മാറി നിന്നപ്പോഴേക്കും അമിത്ഷായും പ്രധാനമന്ത്രിയൊക്കെ ഇടപെട്ട് അവർ തിരിച്ച് പ്രവർത്തനത്തിലേക്ക് വന്നൊരു ലേഡിയാണ്. അപ്പം ലീഡർഷിപ്പ്, മോൾ ഘടകം പറയുന്ന കേൾക്കുന്ന ഒരു അനുസരണയുള്ള നേതാവെന്നുള്ള നിലയിൽ പാലക്കാട് നിന്ന് ശോഭാ സുരേന്ദ്രനെ എലക്ട് ചെയ്യുക യാതൊരു സംശയമില്ല. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യ മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നവോത്ഥാനങ്ങൾ പാലക്കാട്, പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെ തന്നെ പാലക്കാടും ഭാരതീയ ജനതാ പാർട്ടിക്ക് വളക്കൂറുള്ള മണ്ണായി മാറിയിരിക്കുന്നു. ഒന്ന് അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഭരണങ്ങളാണ്. 2 ടേം കൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. ആ ഭരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മോഡി പ്രഖ്യാപിച്ചിട്ടുള്ള ജനകീയ പദ്ധതികൾ പാലക്കാട് മുനിസിപ്പൽ കോർപ്പറേഷൻ നടപ്പിലാക്കുവാൻ കഴിയും. അത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുണങ്ങളുള്ളത് പാലക്കാട് മണ്ഡലത്തിൽ ശോഭാജിക്ക് വോട്ട് മാറി വരും. 2, നമുക്കറിയാം ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം പോലെ പുറപ്പുര വൈദ്യുത കണക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട്. തിരുവനന്തപുരത്ത് കൊടുത്തതിനേക്കാളും കൂടുതൽ പ്രധാനമന്ത്രി ആവാസ് യോജന വീടുകൾ പാലക്കാട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നഗരസഭയ്ക്കകത്ത് ഉജ്ജ്വൽ യോജന പദ്ധതി ഫ്രീ ഗ്യാസ് കണക്ഷൻ കൊടുക്കുവാൻ സാധിച്ചു. തിരുവനന്തപുരം പോലെ തന്നെ ഇപ്പോഴവിടെ LNG ഗ്യാസ് റോഡുകൾ വഴി പൈപ്പ് ലൈൻ സ്ഥാപിച്ച ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ. സാധാരണ വീട്ടമ്മമാരുടെ ടെറസ് പച്ചക്കൃഷി പദ്ധതിക്കുള്ള 6,000 രൂപ സബ്സിഡികൾ അമ്മമാർക്ക് ആ നാരീശക്തി പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി കൊടുത്ത ഫണ്ട് വന്നിട്ടുള്ളത് അവിടെയാണ്. ഇതെല്ലാം പാലക്കാട് മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർമാർ ഉപയോഗിക്കുവാൻ
കഴിഞ്ഞതുകൊണ്ടാണ് അവിടെ ഇന്ത്യ മുന്നണി സഖ്യം പോലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരേപോലെ പ്രവർത്തിച്ചിട്ടും ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും മുനിസിപ്പൽ കോർപ്പറേഷനിൽ അധികാരത്തിൽ വരുവാൻ കഴിഞ്ഞത്. പക്ഷേ അവരുടെ പ്രവർത്തന തട്ടകം ശോഭാജിയുടേത് പാലക്കാടാണ്. ഇപ്പോൾ നമ്മളെ കൂടെ യുവമോർച്ച ടീമിലൊക്കെ സ്റ്റേറ്റിലുണ്ടായിരുന്നു. പക്ഷേ ആലപ്പുഴയിൽ മത്സരിക്കുന്ന സമയത്തും ശോഭാ സുരേന്ദ്രന് അവിടെ മുഴുവൻ പ്രധാനമന്ത്രിയുടെ എല്ലാ പാക്കേജുകളെക്കുറിച്ചും കൃത്യമായി അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവായി. കറക്റ്റ്. ഉപരിപഠനത്തിന് വേണ്ട തരത്തിലുള്ള സ്കോളർഷിപ്പ്, ആവാസ് യോജന, ഇതെല്ലാം, അതുപോലെ മറ്റ് വായ്പാ സൗകര്യങ്ങൾ, ഇതെല്ലാം പറഞ്ഞ് കൊടുക്കുന്ന ഒരു രീതിയും കൂടി ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ല, അവരുടെ ഒരു പ്രത്യേകത, എല്ലാ വീട്ടിലും അവർ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വീടുകൾ സന്ദർശിക്കും. തിരുവനന്തപുരത്തും അറിയാം, കഴക്കൂട്ടത്തൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ ഉള്ളൂർ താമസിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഇഷ്യൂകളുണ്ടെങ്കിൽ ആ വീടുകളും അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ, ഈവൻ അസുഖങ്ങൾ അന്വേഷിച്ച് പോകാൻ, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്വയം സേവിക ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഇവർ ചെയ്യും. അതാണ് അവരുടെ ഒരു ജനകീയ പിന്തുണ. ചില നേതാക്കൾ മസിൽ പിടിച്ചിങ്ങനെ പോകുന്നത് പോലെ അല്ല ശോഭാജി. അവർ ഒരാളെ ഞാനുമായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ചേട്ടനുമായിട്ട് സംസാരിക്കുന്നു, മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ടാലും അവർ ഇങ്ങോട്ട് വരും. അങ്ങനത്തെ ഒരു ജനകീയ, BJPക്കകത്തു നിന്നുള്ള ജനകീയ നേതാക്കളിലുള്ള ഒരു വനിതാ മുഖം ശോഭാജിയാണ്. അതിന് യാതൊരു സംശയവുമില്ല. കാരണം എല്ലാ വീടുകളും, ഇപ്പോൾ കായംകുളത്ത് അവർ മാക്സിമം റോഡ് ഷോകൾക്കപ്പുറം അവർ കണ്ടത് ഗൃഹസമ്പർക്കത്തിനായിരുന്നു. അത് ഗുണം കിട്ടി. പാലക്കാട് നിന്നപ്പോഴും ഈ മണ്ഡലത്തിൽ നിന്നപ്പോഴും എല്ലാവരും സ്ഥാനാർത്ഥികളെ റോഡിൽ ഷോകൾ കാണിക്കാൻ നടക്കും. ഇവരതല്ല, രാവിലെ തന്നെ സംയോജകനെ, നിശ്ചയിച്ച കാര്യകർത്താവിനെയൊക്കെ വരുന്നതിന് മുമ്പേ റെഡിയായി കാറിൽ സ്ഥലത്ത് വരും, വീടുകൾ കയറി ഇറങ്ങും. പിന്നെ പ്രത്യേകിച്ച് ഇവരുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുമ്പോൾ, ഇവർക്ക് സ്ത്രീ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് എല്ലാ വീട്ടിൻ്റെ അടുക്കള വരെ കയറി പോകാം. ആണുങ്ങൾക്കതല്ല, തീന്മേശ വരെ അല്ലെങ്കിൽ സ്വീകരണ മുറി വരെ നിൽക്കാൻ പോകുള്ളൂ. അങ്ങനെ നാട്ടുകൂട്ടങ്ങളുടെ കുടുംബയോഗം സംഘടിപ്പിക്കുവാൻ ഒരു മിടുക്കിയാണ് ഈ ശോഭാജി. അപ്പോൾ കുടുംബയോഗങ്ങളിൽ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്കോളർഷിപ്പ് പദ്ധതി പ്രധാനമന്ത്രിയുടെ, അതുപോലെ ആവാസ് യോജനയിൽ വീട് കിട്ടുന്ന പദ്ധതിയിൽ എന്തൊക്കെ വരുമാനം, അത് കിസാൻ ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയുള്ളത്, പൈപ്പ് കണക്ഷന് വേണ്ടിയുള്ള പദ്ധതി, ഫ്രീ ആയിട്ടുള്ള സോളാർ പദ്ധതിക്ക് വേണ്ടി, ഇത്തരം പദ്ധതികൾ, പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ പഠിച്ച് കുടുംബയോഗങ്ങളിൽ അവതരിപ്പിക്കുവാൻ കെൽപ്പുള്ള BJP സ്റ്റേറ്റ് ലീഡേഴ്സുകളിൽ ഒരു അഗ്രഗണ്യയാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ അതുകൊണ്ടാണ് അതുമല്ല, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എപ്പോഴും അവർ പത്രസമ്മേളനങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും കൊടുക്കും. ഉദാഹരണത്തിന് പാലക്കാട് നടന്നിട്ടുള്ള നമ്മുടെ മധുവിൻ്റെ പ്രശ്നം അറിയാമല്ലോ. ആഹാരത്തിന് വേണ്ടി 2 ബ്രെഡ് മോട്ടിച്ചെന്ന് പറഞ്ഞാൽ മധു കാണിച്ചു. അതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് പാലക്കാട് നിന്നൊരു സ്ത്രീയാണ്. അത് കഴിഞ്ഞ് ആ പാലക്കാട് മണ്ഡലത്തിൽ തന്നെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡനങ്ങൾക്കിരയാക്കി. അവസാനം അതിൻ്റെ നീതി ലഭിക്കുന്നത് വരെ ആ കുടുംബവുമായിട്ട് സഹകരിക്കുവാൻ ശോഭാജിക്ക് കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്താൽ അതിൻ്റെ വിജയം വരെ പുള്ളി പ്രവർത്തിക്കും. അപ്പോൾ ശോഭാജിയെ പോലുള്ളവർ അസംബ്ലിയിൽ വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് വാക്ചാതുര്യം, അസംബ്ലിക്കകത്ത് വളരെ കഴിവുള്ള സഖാക്കൾ ഇരിക്കുമ്പോൾ വാക്ചാതുര്യങ്ങൾ കൊണ്ട് അസംബ്ലി പ്രസംഗങ്ങൾ കാഴ്ചവെച്ചാൽ മാത്രമേ ഒരു ജനകീയ നേതാവിന് പിടിച്ചിരിക്കാൻ കഴിയുള്ളൂ. ശോഭാജിയെ പോലുള്ളവർ അസംബ്ലിയിൽ പാലക്കാട് നിന്ന് എലക്ട് ചെയ്യുമെന്ന് ആണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അവരെ പോലുള്ള ലീഡർഷിപ്പ് കേരള അസംബ്ലിയിൽ വരിക തന്നെ വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.